ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ആദ്യം ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചില്ലി ക്യാപ്സിക്കാണ്. ഇത് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് കാണാം. ഞാനിവിടെ 2 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി വേണ്ടത് ഒരു പകുതി തക്കാളിയാണ്. അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് മുഴുവൻ കളഞ്ഞതിന് ശേഷം പുറത്തെ ഭാഗം മാത്രം എടുത്താൽ മതി. ഇനി വേണ്ടത് 2 സവാള, അതും നമ്മൾ നേരത്തെ ക്യാപ്സിക്കം കട്ട് ചെയ്തതുപോലെ തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഞാനിതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളക് അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് രണ്ടും ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് 3 തരം സോസാണ്. അത് സാധാരണ നമ്മൾ എല്ലാതരം ചില്ലി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ചില്ലി സോസ്. ഇനി ഒരു പാനിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, ഇത് 3 നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അതിൽ മാത്രമേ ഇതെല്ലാം വഴറ്റിയെടുക്കാനും പാടുള്ളൂ. കാരണം ചില്ലി ഐറ്റംസ് എല്ലാം ചെയ്യുന്നതും റിഫൈൻഡ് ഓയിൽ തന്നെയായി. ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുപാട് അങ്ങ് വഴന്ന് പോകാൻ പാടില്ല. ഒരു പകുതി മാത്രം വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന 3 സോസിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 3 തരം സോസാണ്. അതിലാദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒന്ന് ചേർക്കുക. അത് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർക്കുക. അതിനുശേഷം വേണം ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാൻ. ഈ 3 സോസും കൂടി നന്നായി ഇതിൽ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലാ സോസും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് വെക്കുക. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഷുഗർ കൂടി ചേർക്കാൻ. ഇപ്പോൾ ഇവിടെ ചില്ലി ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം.